ലണ്ടനിലെ അത്ഭുത ബിൽഡിംഗ് കാണാനാണ് ഇപ്പോൾ ആളുകളുടെ തിരക്കത്രേ. ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് അടിത്തറയില്ലാതെയാണ്. ശൂന്യതയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ കെട്ടിടം നിർമ്മിച്ചത് അലക്സി ചിന്നക് എന്ന യുവ കലാകാരനാണ്. കവന്റ് ഗാർഡനിൽ ഉയർന്ന അതിമനോഹരമായ ഈ കെട്ടിടം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ഈ കെട്ടിടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ഈ കെട്ടിടം പണിതിരിക്കുന്നത് അടിത്തറയില്ലാതെയാണ്. ഇത് കാണാനാണ് സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി പേർ ഇവിടെ എത്തുന്നത്. ബ്രിട്ടീഷുകാരനായ അലക്സ് ചിന്നകാണ് ഈ കെട്ടിടത്തിന് പിന്നിൽ പ്രവർത്തിച്ച കലാകാരൻ. യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെയാണ് കെട്ടിടത്തിന്റെ മുകളിലത്തെ പകുതി സ്ഥിതി ചെയ്യുന്നത്. 184 വർഷം പഴക്കമുള്ള മാർക്കറ്റ് ബിൽഡിംഗിന്റെ മാതൃകയിൽ തന്നെയാണ് അലക്സി ഈ ക്രേസി ബിൽഡിംഗും നിർമ്മിച്ചിരിക്കുന്നത്. It's crazy. I have no idea how they do it. I'm going to try and work out what's keeping the top half of the building in the air. ബ്രിട്ടനിലെ കരകൗശല വിദഗ്ധരുടെ സംഘടനയായ റോയൽ ബ്രിട്ടീഷ് സൊസൈറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അലക്സി. രസകരവും അതേസമയം ഫാന്റസിയും കലർന്ന എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമാണ് ഇങ്ങനെയൊരു സൃഷ്ടിയിലേക്ക് തന്നെ എത്തിച്ചതെന്നാണ് അലക്സി പറയുന്നത്. We've copied the aesthetic and the materials and the language of the square and the piazza, so the work is visually harmonious with the district. But what we've done is we've computer carved it from polystyrene, so it's very light, and then we've sprayed it with different materials and surfaces, so it feels and looks like stone, but it has the weight of polystyrene. Covent Garden's research says that within that week the number of Chinese visitors increases. It's their highest, is the peak during that period of the year. I've never been to China, but I really like the idea that my work. ഇതുപോലെ ശ്രദ്ധിക്കപ്പെട്ട നിരവധി സൃഷ്ടികളുണ്ട് ഈ കലാകാരൻ്റെതായി. ഏറ്റവും പുതുതായി മൈനർ ഓൺ ദി മൂൺ എന്ന തലകീഴായ വീടാണ് അലക്സിയുടേതായി വരാൻ പോകുന്നത്. അതിന്റെ തിരക്കിലാണ് അലക്സി ഇപ്പോൾ. തന്റെ ഫ്ലോട്ടിംഗ് ബിൽഡിങ്ങിന് ലഭിച്ച പ്രശംസകൾക്കും പ്രതികരണങ്ങൾക്കുമുള്ള സന്തോഷത്തിലാണ് അലക്സി ഇപ്പോൾ.